ഓക്കെ, ഇനി നമ്മൾ അൺപിവട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വൺ ഓഫ് ദ യൂസ് ഞാനിവിടെ പറയാൻ പോവുകയാണ്. നിങ്ങൾ ഈ വീഡിയോ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് മുന്നത്തെ വീഡിയോ നോക്കിയിട്ട് എന്താണ് അവിടെ അൺപിവട്ട് എന്നുള്ളതും എങ്ങനെയാണ് അൺപിവട്ട് ചെയ്യുക എന്നുള്ളതും ജസ്റ്റ് നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്താണ് ആക്ച്വലി ഇതിൻ്റെ പർപ്പസ്, വൺ ഓഫ് ദ പർപ്പസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഡാറ്റ സെറ്റിനകത്ത് പണ്ടോ ചെക്ക് ഇൻ പ്രോസസ്, റൂം സർവീസ്, ഫുഡ് ക്വാളിറ്റി, വെറൈറ്റി ഓഫ് ഫുഡ്, ബ്രോഡ്ബാൻഡ്, TV, ഇത്തരം ഡിഫറെൻറ്റ് സ്റ്റാറ്റസുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെ ചില സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഈ സ്റ്റാറ്റസുകൾ എനിക്ക് എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളത് ആക്ച്വലി ദ ഡ്യൂട്ടി ഓഫ് സ്റ്റാഫാണ്. റൂം സർവീസ് എന്നുള്ളത് അവരുടെ റൂം ക്ലീനസ് എന്നുള്ളത് ആ ഹോട്ടലിൻ്റെ ഒരു റൂം എന്നുള്ള ഒരു കാറ്റഗറിൻ്റെ അണ്ടറിലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫുഡ് ക്വാളിറ്റി, വെറൈറ്റി ഓഫ് ഫുഡ് എന്നുള്ളത് റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റസുകളാണ്. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ്, TV, ജിം എന്നുള്ളത് നമുക്ക് അതർ ഫെസിലിറ്റി എന്നതിന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ ഈ ആഡ് കോളം എന്നുള്ള ഈ ഒരു മെനുക്കകത്ത് പോയിട്ട് കണ്ടീഷണൽ കോളം എന്നുള്ള ഓപ്ഷൻ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, സപ്പോസ് ഞാൻ എന്ത് ചെയ്തു, ഒരു പേര് കൊടുത്തു. ആക്ച്വലി സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്നുള്ളൊരു പേര് കൊടുത്തു. അതായത് ഈ സ്റ്റാറ്റസിൻ്റെ ഗ്രൂപ്പ് ഞാൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഈ സ്റ്റാറ്റസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അത് ഈക്വൽസ് എന്താണ്, ഫസ്റ്റ് ചെക്ക് ഇൻ പ്രോഗ്രസ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ചെക്ക് ഇൻ പ്രോസസ് എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, അത് സ്റ്റാഫിൻ്റെ ഡ്യൂട്ടിയാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റാഫ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഞാനൊരു പുതിയ ക്ലോസ് ആഡ് ചെയ്യാണ്. സ്റ്റാറ്റസ് ഈക്വൽ ടു റൂം സർവീസ് കൊടുത്തു. അത് ഞാനിത് അണ്ടർ നമുക്ക് റൂം എന്നുള്ള ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഈക്വൽസ് റൂം ക്ലീനസ് എന്നുള്ളതും അണ്ടർ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്, റൂം എന്നുള്ള അണ്ടറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈക്വൽസ് ഫുഡ് ക്വാളിറ്റി ഞാൻ ചെയ്തത് റെസ്റ്റോറൻറ്റ് എന്നുള്ള ഒരു ഇതിനണ്ടറിൽ കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് എന്തായിരുന്നു, വെറൈറ്റി ഓഫ് ഫുഡ് കേട്ടോ, വെറൈറ്റി ഓഫ് സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. സോ റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രോഡ്ബാൻഡ് ആൻഡ് TV എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അതർ ഫെസിലിറ്റി അതറിൽ കൊടുത്താൽ മതി, അതർ. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഈക്വൽ ടു ലാസ്റ്റ് നമുക്കുള്ളത് ജിം എന്നുള്ള ആ ഒരു സ്റ്റാറ്റസാണ്. ഞാൻ എന്ത് ചെയ്തു, അതെന്ത് ചെയ്തു, അതർ എന്നുള്ള സ്റ്റാറ്റസ് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഓക്കെ കൊടുക്കണം. കണ്ടോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് ഒരു പുതിയ സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്നുള്ള ഒരു കോളം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ റൂം ക്ലീൻലിനെസ്സിനകത്ത് എന്തോ ഒരു സ്പെല്ലിങ് പ്രശ്നം വന്നുകൊണ്ടാണ് അത്. നമുക്ക് എന്ത് ചെയ്യാം, പവർ ക്വറിക്കകത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലീൻലിനെസ്. ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഫുഡിനകത്തും എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ബ്രോഡ്ബാൻഡ് ആൻഡ് TVക്കകത്തും എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട്. വെറൈറ്റി ഓഫ് ഫുഡ് നോക്കാം നമുക്ക്. വെറൈറ്റി ഓഫ് ഫുഡ് എന്നുള്ളടത്ത് എന്തോ സംഭവിച്ച് നോക്കി നോക്കണം. അതായത് വെറൈറ്റി ഓഫ് ഫുഡ്, അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് ആൻഡ് TV. ഓക്കെ, സോറി, ഇവിടെ സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഫുഡ് എന്നുള്ളടത്ത് വെറൈറ്റി ഓഫ് ഫുഡ് ഇവിടെ സ്പേസ് വന്നിട്ടുണ്ട്, അതാണ് സംഭവം. ഓക്കെ, ഞാൻ കൊടുത്തു. കണ്ടോ, ഇപ്പോൾ എല്ലാം ഗ്രൂപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ഓൾറെഡി ഇത് പിവേർട്ടിലുണ്ടായിരുന്ന ഗ്രൂപ്പിനെ പിവേർട്ടിലുണ്ടായിരുന്ന സ്റ്റാറ്റസിനെ നമ്മൾ എന്ത് ചെയ്തു, അൺപിവേർട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്തു,
കണ്ടീഷണൽ കോളം എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത്, ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, അവരെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസിയായി നമുക്ക് ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണ്ട. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയ ചാറ്റ് ആഡ് ചെയ്തു. അതിനായിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, സി അൺപിവോട്ട് ഡാറ്റ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, അൺപിവോട്ട് ഡാറ്റ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റാറ്റസ് ആഡ് ചെയ്തു, സ്റ്റാറ്റസ് ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂക്കകത്ത് എന്ത് ചെയ്തു, ഇത് കൊടുത്തു കണ്ടോ. അപ്പോൾ കണ്ടോ ഇവിടെ നമുക്ക് സപ്പോസ് സ്റ്റാറ്റസിൻ്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുകയാണ് സപ്പോസ്. കണ്ടോ ഇപ്പം നമുക്കിവിടെ ഡ്രിൽ ത്രൂ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഡ്രിൽ ത്രൂ എന്ത് ചെയ്തിട്ടുണ്ട്, എനേബിൾ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് കാറ്റഗറി വൈസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാറ്റസ് വൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ, അതിൻ്റെ അണ്ടറിലത് എന്ത് ചെയ്തു, നാവിഗേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സ്റ്റാറ്റസും അത് കാറ്റഗറി ഓഫ് സ്റ്റാറ്റസും ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡ്രിൽ ത്രൂ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് എന്നുള്ള അണ്ടറിൽ എന്ത് ചെയ്തു, വെറൈറ്റി ഓഫ് ഫുഡ് വന്നു, റൂം എന്നുള്ളടത്ത് റൂം ക്ലീൻനെസ് വന്നു, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് എന്നുള്ളടത്ത് ഇത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സോർട്ട് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ സോർട്ടിങ് ആക്സസ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ്സ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ സ്റ്റാഫ് എന്നുള്ളതിൻ്റെ അണ്ടറിൽ ചെക്ക് ഇൻ പ്രോസസ്, റൂം എന്നുള്ളതിൻ്റെ അണ്ടറിൽ റൂം സർവീസ്, റൂം ക്ലീൻനെസ്, വെറൈറ്റി ഓഫ് ഫുഡ് എന്നുള്ളതിൻ്റെ അണ്ടറിൽ റെസ്റ്റോറൻറ്റ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യേണ്ട പല പല സിറ്റുവേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് അൺപിവോട്ട് ചെയ്യണമെന്നുള്ള കൺസെപ്റ്റ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് അത് വാച്ച് ചെയ്യാം. ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.